ഹലോ എവ്രി വൺ. ഇന്ന് വഴുതനങ്ങ കൊണ്ടൊരു കിടുക്കാച്ചി കറി പരിചയപ്പെടുത്തട്ടെ. വഴുതനങ്ങ വഴുവൽ. ഈ പേര് ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ ഒരു വഴിയില്ല കേട്ടോ, കാരണം ഞാൻ തന്നെ ഇട്ട പേരാണ്. നമുക്ക് ഈ പലയിടത്തുനിന്നും കിട്ടുന്ന റെസിപ്പീസും അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പം പല രീതിയിൽ നമ്മൾ തന്നെ ആ ഒരു ഡിഷിനെ വേറെ രീതിയിലൊന്ന് മാറ്റിയെടുക്കാൻ നമ്മളെപ്പോഴും ട്രൈ ചെയ്യുന്ന ആൾക്കാരില്ലേ. അങ്ങനെ ഞാൻ എൻ്റെതായ രീതിയിൽ ഈ വഴുതനങ്ങ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തുണ്ടാക്കിയൊരു കറി കേട്ടോ. കിഡ് ടേസ്റ്റാന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അത്രയ്ക്ക് സക്സസ് ആയതുകൊണ്ടാണല്ലോ ഞാൻ ഈ റെസിപ്പി നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. വെജിറ്റേറിയൻ കറികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ വഴുതനങ്ങ വഴുവൽ ഒരു കിടുക്കാച്ച സാധനം തന്നെയാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ഇപ്പോൾ ഇത് മാറ്റി വെച്ച് ചോറുണ്ണാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കണ്ടാലോ? ആദ്യം നമുക്ക് വേണ്ട ഒരു ഐറ്റം ഇതുപോലുള്ളൊരു സൈസിലുള്ളൊരു വഴുതനങ്ങയാണ്. അത് നല്ലപോലെ തിക്ക് കുറഞ്ഞത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് സവോള. ഇതുപോലൊരു വലിയ സവോള നമുക്ക് നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. 2 പച്ചമുളക് കുനുകുനാന്നരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയാണ് അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് വാളംപുളി ഇളം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള വാളംപുളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ 1.5 തക്കാളി നമ്മൾ ഒന്ന് ഉടച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പ്യൂരി ആയിട്ടുള്ള തക്കാളി ആയാലും മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ശർക്കര. നമുക്ക് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ പൊടിച്ചെടുത്തതോ ആയിട്ടുള്ള ശർക്കരയാണ് നമുക്ക് ആവശ്യമുള്ളത്. 1-2 ഐറ്റംസ് കൂടെ നമുക്കിതിൽ ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പറയാവേ. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുക്കിംഗ് ഓയിൽ നമുക്ക് ആവശ്യത്തിനൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വന്നു കഴിയുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കടുകിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലതുപോലെ പൊട്ടിയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടുകും ജീരകമൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്ത ആ ഒരു എണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കുറച്ചായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വഴുതനങ്ങയിലുള്ള നാച്ചുറൽ ഓയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനൊരു വഴുവഴാന്നൊരു ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പിക്ക് വഴുതനങ്ങ വഴുവൽ എന്ന് പേരിട്ടത് തന്നെ. ഇതുപോലെ 1-2 പ്രാവശ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ മൊത്തം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ സെയിം ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോള വഴറ്റുമ്പോൾ ഒത്തിരി വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഓയിലിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ആവുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. സവോളയൊക്കെ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പച്ചമുളക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതിലോട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന 1.5 തക്കാളി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് എപ്പോഴും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുന്നതാണ് നല്ലത്. പക്ഷെ ആദ്യം കുറച്ചിട്ടതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കറികൾക്ക് എപ്പോഴും ഉപ്പ് കൂടാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇളം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളംപുളി ഒഴിച്ച് ഒരു മൂടി കൊണ്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് കിട്ടും. അങ്ങനെ നമ്മുടെ കറി നല്ലപോലെ ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്ന ഒരു പാകമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ വരുന്ന രീതിയിൽ കുറച്ച് കായപ്പൊടി അതിൻ്റെ മേളിലൊന്നും ഇട്ട് നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ശർക്കര 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരെ നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ വഴുവൽ ഇവിടെ റെഡി. ഇനി നമുക്കിത് ചൂടോടൊരു പാത്രത്തിലോട്ട് വിളമ്പാട്ടോ. സത്യം പറഞ്ഞാൽ ഈ കറിക്ക് അത്രമേൽ ടേസ്റ്റ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. ശരിക്കും ഈ ഒരു കറി എന്തിൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് തന്നെ അറിയാത്ത രീതിയിലാണ് കേട്ടോ. നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലും നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഒരു പിക്കിളിൻ്റെ കൂടെയൊക്കെ വെക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ച സാധനമാണേ. അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും എന്തിനും നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി സാധനമാണ്. എല്ലാ സാധനങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള സമയം മാത്രം മതി കേട്ടോ. ബാക്കി ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ വഴുവൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോട്ടോ. ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസും മറ്റു പല വീഡിയോസൊക്കെ ആയിട്ട് ഞാനും നിങ്ങളുടെ കൂടെ കൂടാം. എന്നാൽ പിന്നെ മറ്റൊരു തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേയിൽ വീണ്ടും കാണാം.